ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ക്ലാസ്സിലെ ഓണ എക്സാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രശ്നോങ്ക ഉത്തരെ കോഷ്ടക് സേ ചുൻകർ ലിഖേ. തന്നിരിക്കുന്ന പ്രശ്ന ചോദ്യങ്ങളുടെ ഉത്തരം കോഷ്ടക് സേ ചുൻകർ ലിഖോ, ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. കഴിഞ്ഞൊരു വീഡിയോയിൽ അതിലെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ടേ, അതായത് മാതൃഭൂമി തൊട്ടേ ദോസ്തി എന്ന പാഠഭാഗം ആ ചാപ്റ്റർ വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വൺ വേർഡുകളും തന്നിട്ടുണ്ട്, ഒരു വീഡിയോയിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. അതുകൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ പ്രശ്നവാചക ശബ്ദോങ്കി സഹായദാസെ ദോ പ്രശ്ന ബനായേ. പ്രശ്നവാചക ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് തരും. അതിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻസിൻ്റെ ചോദിക്കുന്ന 2 വേർഡുകൾ തരും. ആ വേർഡുകൾ ഉപയോഗിച്ച് 2 ചോദ്യങ്ങൾ നിർമ്മിച്ച് നിങ്ങൾ കൊടുക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണോ, അത് ചോദ്യത്തിൻ്റെ വാക്കുകൾ, ശബ്ദങ്ങൾ ഏതാണോ അതുപയോഗിച്ച് വേണം 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആ പോയിൻ്റ് അല്ലെ സെൻറ്റൻസിൽ നിന്നും എഴുതുവാൻ. അതും കഴിഞ്ഞൊരു വീഡിയോയിലുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. അതും അടുത്ത നോക്കിയ സാർത്ഥക വാക്യമേ ബദലേ. അത് അടുപ്പിച്ചായിരിക്കും ആ ഒരു സെൻറ്റൻസ് തരുന്നത്. നിങ്ങൾ ആ സെൻറ്റൻസിനെ പല പല വേർഡുകളാക്കി, എന്ന് വെച്ചാൽ മാറ്റി മാറ്റി എഴുതി കൊടുക്കുക. ഈ 3 എണ്ണം ഒരു വീഡിയോയിലുണ്ട്, നോക്കി പഠിക്കണം. അതുപോലെ കേട്ടോ, അത് എക്സാമിൻ്റെ പാറ്റേണാണിത്, നോക്കി പഠിക്കുക. നെക്സ്റ്റ് പദമാണ്. പദം എന്ന് വെച്ചാൽ ആദ്യത്തെ മേരെ ലാലും കാൻഹുമാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് മേരെ ലാലാണ്, കാൻഹും കൂടിയൊന്ന് ജസ്റ്റ് നോക്കിയേക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കവിതാംശ പടേ പ്രശ്നോങ്ക ഉത്തർ ലിഖേ. ചോദ്യങ്ങൾ വായിക്കണം, എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ, ക്വസ്റ്റ്യന് എന്ത് ചെയ്യണം, ഉത്തരങ്ങൾ എഴുതുക. 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് മാതൃഭൂമി എന്ന പാഠഭാഗം തന്നെയായിരിക്കും. അതിൻ്റെ അപ്രിസിയേഷൻ പഠിക്കുക. അതുകൂടാതെ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാകും. ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിരിക്കും, ഒന്നുകിൽ കവിയുടെ പേര് എഴുതാനായിരിക്കും. അതിൻ്റെ താഴെയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അപ്രീസിയേഷനകത്ത് എവിടെയാണോ അത് നോക്കി ഏത് ഭാഗമാണെന്ന് കണ്ടെത്തി എഴുതുക. അങ്ങനെ ആണ് 6 മാർക്ക് അപ്രീസിയേഷൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, അടുത്ത പാഠം ദോസ്തിയെക്കുറിച്ച്. ദോസ്തി എന്ന പാഠഭാഗത്തിലെ ഒരു പോർഷൻ ഞാൻ തന്നിരിക്കുന്നു, ചോദിക്കാൻ കൊള്ളാമായിരിക്കും ഇവിടെ. നോക്കിയേ, മേരി ജീത്ത് തേരി ജീത്ത്, തേരി ഹാർ മേരി ഹാർ. നിൻ്റെ വിജയം എൻ്റെ വിജയമാണ്, നിൻ്റെ പരാജയം എൻ്റെയും പരാജയമാണ്. സച്ചി ദോസ്തി കൈസി ഹോന ചാഹിയെ. യഥാർത്ഥമായ ദോസ്തി എങ്ങനെയുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ മേരെ ആ ദോസ്തി എന്നുള്ള പാഠഭാഗം പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, അതിനകത്തുണ്ട്, വായിച്ച് പഠിക്കുക. ആൻസേഴ്സ് കൂടെ വീണ്ടും എഴുതാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബാദഷാഹെ ബഹാദുർ ഷാഹെ ജഫർ കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. ബഹാദുർ ഷാഹിൻ്റെ എന്ത് ചെയ്യണം, ടിപ്പണി ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അതാണ് ക്യാരക്ടർ സ്കെച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബാദഷാഹിൻ്റെയാണ്, പഠിച്ചു വയ്ക്കുക. അതും തന്നിട്ടുണ്ട്. അടുത്ത നോക്കിയേ, കണ്ട് കാ സംക്ഷേപൺ. തന്നിരിക്കുന്ന കണ്ട് പാസേജ് വായിക്കണം, എന്നിട്ട് അതിനെ സംക്ഷേപൺ ചുരുക്കി എഴുതുക. അതിനകത്തെ സംക്ഷേപണ 6 മാർക്ക്, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ ആ സംക്ഷേപണ അകത്ത് ഉണ്ടാകും, അത് നോക്കി എവിടെയാണെന്ന് വെച്ചാൽ എഴുതണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ സെൻറ്റൻസ് നോക്കി എവിടെയോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ എഴുതുക. പിന്നെ സംക്ഷേപണം എഴുതുമ്പോൾ തന്നിരിക്കുന്ന പാഠഭാഗത്തെ ബേസ് ചെയ്ത് ഒരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ എഴുതിയതിന് ശേഷമേ പാഠഭാഗം എന്ത് ചെയ്യുന്ന തന്നിരിക്കുന്ന ആ ഒരു പാസേജ് അത് ചുരുക്കി എഴുതാവൂ. ചോദിക്കാൻ കൊള്ളാവുന്ന പാഠം മേരെ ഭാരത് ഭാസ്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൊള്ളാവുന്ന ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്. അടുത്ത നോക്കിയാൽ അംഗ്രേസി കണ്ടുക അനുവാദ ഹിന്ദി മേ കരെ. തന്നിരിക്കുന്ന ഇംഗ്ലീഷ് പാസേജിനെ ഹിന്ദിയിലേക്കാക്കി മാറ്റുക. അതും ചോദിക്കാൻ കൊള്ളാവുന്ന ഭാഗം മേരെ ഭാരത് ഭാസ്യ തന്നെയാണ്. അതും കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ട്, ചോദിക്കാൻ കൊള്ളാവുന്ന പോർഷൻ നോക്കി തന്നിരിക്കുന്നു, കൊള്ളാവുന്ന. അടുത്ത നോക്കിയാൽ ഡയറി. അടുത്ത ഡയറിയാണ്. ഡയറി 2 പേരുടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹിമാംശു ജോഷിയും ബാദഷാഹും. അതിൽ ഒരാളുടെ ആയിരിക്കും, നോക്കി പഠിക്കുക. നെക്സ്റ്റ് പോസ്റ്റർ തയ്യാർ കരോ. പോസ്റ്ററെ തയ്യാർ കരോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്ററും വിജ്ഞാപനം കൂടിയാണ് ഇട്ടിരുന്നത്. അത് 2 പഠിക്കുക. 2 ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ ഓൺ എക്സാമിൻ്റെ. ഇവിടെ നോക്കിയാൽ ഹിന്ദി ദിവസേ ഓർ ജൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് എഴുതി കൊടുക്കുക, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. നെക്സ്റ്റ് പത്രമാണ്. പത്രം എന്ന് വെച്ചാൽ കത്ത്. ചോദിക്കാൻ കൊള്ളാവുന്ന പാഠം സുറീനാം മേ പഹ്ലാ ദിനോ ബേട്ടിക്കെ നാമോ. അതിൽ 2 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പത്ര ചോദിക്കാൻ കൊള്ളാവുന്നത്. നെക്സ്റ്റ് ബാധ്യത്താണ്, സംഭാഷണം തയ്യാറാക്കാനാണ്. അതും ചോദിക്കാൻ കൊള്ളാവുന്ന പാഠം ഇത് 2ഉമാണ്. ഏതാ, സുറീനാമും ബേട്ടിക്കെ നാമും. അത് 2 നോക്കിയേ. സുറീനാമിലെ നോക്കിയാൽ നമുക്ക് നോക്കാം. ലേഖകം ആത്മീയമായിട്ടുള്ളതാണ് സുറീനാം എന്ന പോർഷനിലേക്ക് കൊള്ളാവുന്നിടം. അടുത്ത ബാദഷാഹം ഷഖ്സ് എന്ന് വെച്ചാൽ വ്യക്തിയുമായിട്ടുള്ളതാണ് ബേട്ടിക്കെ നാമിലെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നന്ദ് അല്ലേ, മേരെ ലാലിലെ നന്ദും യശോദയുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ, അവിടെ ആ ഭാഗം കൊള്ളാം, അതും ചോദിക്കാം.
അടുത്ത നോക്കിയേ ജീവൻ വൃത്ത് എന്ന ക്വസ്റ്റ്യനാണ്. 4 മാർക്കായിരിക്കും. ജീവൻ വൃത്ത് എന്ന് വെച്ചാൽ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഈ തന്നിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ മെത്തേഡ്. ഇവിടെ താഴെ തന്നിരിക്കുന്നതാണ് ആൻസറായിട്ട് എഴുതുന്നത്. നോക്കിയേ ആദ്യം നോക്കിയേ നമ്മൾ എഴുതിയത് മൈഥിലി ശരണഗുപ്ത ആണ്. അപ്പോൾ നാം എന്ന് തന്നിട്ട് മൈഥിലി ശരണഗുപ്ത എന്ന് തരും. പിന്നെ ജന്മ 1885, പിന്നെന്തുവാ ജന്മസ്ഥാന് ചീർഗാവ് ഉത്തർപ്രദേശിലെ ചീർഗാവിലെ. അടുത്ത പ്രമുഖ രചനായും ഏതാ സാകേത് പഞ്ചവടി യശോധര ആണ്. അടുത്ത പുരസ്കാരം എന്ന് വെച്ചാൽ സമ്മാനം പത്മഭൂഷൺ 1954 കിട്ടി. അടുത്ത മൃത്യു മരണം അത് 1965. ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ഇതുപോലെയാണ് ഏത് കവിയുടെ ചോദിച്ചാലും ഇതേ രീതിയിലാണ് ചോദിക്കുന്നത്. മരിച്ചിട്ടില്ലെങ്കിൽ മൃത്യു കാണില്ല, അതിന് പകരം ദേനോ സംഭാവന എന്തെങ്കിലും കാണും. നോക്കി വയ്ക്കുക, ഇതൊന്ന് പഠിച്ച് വയ്ക്കുക. ഇതുപോലെ ഇതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. തന്നിരിക്കുന്ന വ്യക്തി ആരാണോ അതനുസരിച്ച് മാറ്റി ഒന്ന് കൊടുക്കുക. നോക്കി നമുക്കൊന്ന് വായിക്കാം. എഴുതുമ്പോൾ മൈഥിലി ശരണഗുപ്ത് ജീവൻ വൃത്തം എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം വേണം എഴുതി തുടങ്ങാൻ. മൈഥിലി ശരണഗുപ്ത് കാ ജന്മ ഉത്തർപ്രദേശ് കെ ചീർഗാവ് മേ 1885 അല്ലേ ഹുവ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ചീർഗാവിലെ 1885 ആണ്. അടുത്ത നോക്കി സാകേത് യശോധര പഞ്ചവടി അത് 3 ഇവിടെ തന്നേക്കുന്നത്. അത് എഴുതുക. ആദി മുതലായവ ഉൻകി ശ്രേഷ്ഠ രചനായ ഹേ, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ രചനകൾ ആണ്. അടുത്ത നോക്കി ദേശിനെ 1954 പത്മഭൂഷൺ ഉപാധി മേ ഉൻക സമ്മാൻ കിയ, ദേശം 1954 പത്മഭൂഷൺ ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. അടുത്ത നോക്കി 1965 മൈഥിലി ശരണഗുപ്തിൻ്റെ അദ്ദേഹം എന്ന് വെച്ചാൽ മൃത്യു 1965 മൈഥിലി ശരണഗുപ്ത് ദേഹാന്ത മൃത്യു വരിച്ചത്. ഇങ്ങനെ എഴുതി കൊടുക്കുക. അത് ഏത് കവിയുടെ ആണെങ്കിലും ഇതനുസരിച്ച് പേരും ബാക്കി ആ ജന്മസ്ഥലം അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ബാക്കി ഇതുപോലെ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അംഗ്രേസി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആട്ടെന്ന് വെച്ചാൽ 8 ശബ്ദങ്ങൾ, പാരിഭാഷിക ശബ്ദങ്ങൾ ജോഡുക ചേർത്ത് എഴുതുക. 8 ഹിന്ദി ശബ്ദങ്ങൾ 8 ഇംഗ്ലീഷ് ശബ്ദങ്ങളും തരും. അത് നിങ്ങൾ ഉചിതമായി ചേരുംപടി ചേർത്ത് വേണം എഴുതാൻ. ഞാനിവിടെ 8 എഴുതിയിട്ടുണ്ട്. നോക്കി എന്തൊക്കെയൊന്നും വായിക്കാം. അഡ്വാൻസ് എന്ന് വെച്ചാൽ പേശകി കണ്ടോ. അടുത്ത ഡിസ്കൗണ്ട് ബട്ട. അടുത്ത വാക്ക് ആവറേജ് ഔസത്ത്. നെക്സ്റ്റ് നോക്കിയ ആറ്റം പരമാണു. അടുത്ത കോപ്പി റൈറ്റ് എന്ന് വെച്ചാൽ സർവാധികാർ. അടുത്ത വാക്ക് വാക്സിനേഷൻ ടിക്കാകരൻ. നെക്സ്റ്റ് കോമേഴ്സ് വാണിജ്യ. അടുത്ത എനർജി ഊർജ. ഇത്രയും ഞാൻ തന്നിട്ടുണ്ട്. വേറെ വാക്കുകളും ടെക്സ്റ്റിനകത്തുണ്ട്. ഒന്ന് വായിച്ച് പഠിച്ച് വെച്ചിരിക്കുക. ടെക്സ്റ്റ് എടുത്ത് കേട്ടോ, അതിനകത്ത് നിങ്ങൾക്കും ഉണ്ട്. അന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് അത് പഠിച്ചുകൊണ്ട് പോവുക. ഇതിനകത്ത് ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെത്തേഡ്. പഠിച്ച് വൃത്തിയായി നല്ലപോലെ എക്സാം എഴുതുക. നമുക്ക് അതിനുശേഷം പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. സെക്കൻഡ് ടൈമിൻ്റെ അല്ലേ, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യും. അത് തുടങ്ങാൻ നമുക്ക്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.